ചോരച്ചാലുകൾക്ക് ഇനിയൊരു അറുതി വരുമെന്നൊരു പ്രതീക്ഷ. കണ്ണീർക്കളം അറുതിയില്ലാതൊഴുകിയിടത്ത് സാന്ത്വനമാകുമോ ഇക്കരാർ? വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിക്കുന്നുവെന്ന വാർത്ത ലോകത്തിന് തന്നെ നൽകിയ പ്രതീക്ഷ ഏറെയായിരുന്നു. 6 ആഴ്ച വീതമുള്ള 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാൻ തീരുമാനിച്ച വെടിനിർത്തൽ കരാറിൽ അവസാന നിമിഷം അനിശ്ചിതത്വം ഉടലെടുത്തപ്പോൾ വിങ്ങിയത് ലോകത്തിന്റെ ഹൃദയമാണ്. ആദ്യത്തെ കരാർ പാതി വഴിയിൽ വെച്ച് നിലച്ചപ്പോൾ ലോകം നിരാശയിലായിരുന്നു. അമേരിക്കയിൽ വരാനിരിക്കുന്ന അധികാരമാറ്റമൊന്നു മാത്രമാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ വേഗത വർദ്ധിപ്പിച്ചത്. ട്രംപ് അധികാരത്തിലെത്തുന്ന ജനുവരി 20 മുൻപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ ഭീഷണി അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന നെതന്യാഹു ഗൗരവമായി തന്നെയായിരുന്നു എടുത്തത്. അധികാരമൊഴിയുന്നതിന് മുൻപ് കരാർ സാധ്യമാക്കണമെന്ന നിലവിലെ US പ്രസിഡന്റ് ജോ ബൈഡന്റെ വാശിയും കാണാതിരിക്കാനാവില്ല. യുദ്ധവിരാമത്തിനുള്ള അവകാശവാദം ട്രംപും ബൈഡനും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബൈഡനേക്കാൾ ട്രംപിന്റെ സ്വാധീനം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. 19 ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു വെടിനിർത്തൽ നിലവിൽ വരേണ്ടിയിരുന്നത്. ബന്ദികളാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നും ഹമാസിനെതിരെയുള്ള ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയായിരുന്നു. ഇസ്രായേൽ സമയം ഞായറാഴ്ച രാവിലെ 8:30 ബന്ദി കൈമാറ്റത്തിന് ധാരണയായിരുന്നത്. എന്നാൽ ആരെയൊക്കെയാണ് കൈമാറുന്നത് എന്ന പട്ടിക ഹമാസ് തങ്ങൾക്ക് നൽകിയിട്ടില്ലെന്നും ഇത് കരാർ ലംഘനമാണെന്ന പേരിലാണ് ഇസ്രായേൽ കരാറിന് ബദലിട്ടത്. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ 33 ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നുവെന്നായിരുന്നു ധാരണ. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 737 പലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാലോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരിടത്ത് കൊടുമ്പിരി കൊള്ളുമ്പോഴും മറുഭാഗത്ത് ഇസ്രായേലിന്റെ നരനായാട്ട് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കരാർ പ്രഖ്യാപിച്ചത് മുതൽ 125ഓളം പലസ്തീനികളെയാണ് കൊന്നുതള്ളിയത്. കരാറുകൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. എങ്കിൽ തന്നെയും യുദ്ധത്തിന്റെ അവസാനത്തിലേക്കുള്ള ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ് ഈ കരാർ. എപ്പോൾ വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞതടക്കം കരാർ ലംഘനത്തിനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് കരാർ എന്ന ആശ്വാസവാക്ക് ലോകം കേട്ടതും. പടിവാതിക്കൽ എത്തി നിൽക്കെ കരാർ അനിശ്ചിതത്വത്തിലുമായിരുന്നു. കരാർ ലംഘിക്കാൻ താല്പര്യമുള്ളവർ ഇരുപക്ഷത്തുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ പക്ഷത്ത് തീവ്ര വലതുപക്ഷ കക്ഷികൾ ഭീഷണി തുടർന്നാൽ കസേര കൈവിടാതിരിക്കാൻ നെതന്യാഹു അവർക്ക് വഴങ്ങാനുള്ള സാധ്യതകൾ ഇനിയും ഏറെയാണ്. ബന്ദികളുടെ പേര് കൈമാറാതെ കരാറുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന പ്രഖ്യാപനവും പെട്ടെന്നുണ്ടായ ഈ അനിശ്ചിതത്വവും ഇതിനോട് ചേർത്ത് വായിക്കണം. കരാർ അട്ടിമറിക്കാൻ ഹമാസ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നെതന്യാഹു കരാർ അംഗീകരിക്കുന്നതടക്കം വൈകിപ്പിച്ചിരുന്നു. കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായാലും 2ാം ഘട്ടത്തിൽ യുദ്ധം തുടർന്നില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്ന സ്മോട്രിച്ചിന്റെ ഭീഷണിയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കരാറുമായി മുന്നോട്ടു പോകുന്നതിനേക്കാൾ ഉപരി യുദ്ധം തുടരാൻ തന്നെയായിരുന്നു നെതന്യാഹുവിനും താല്പര്യം. അതിനൊരു പഴുതു കാത്തിരുന്നിടത്താണ് ബന്ദികളുടെ പേര് നൽകാൻ ഹമാസ് വൈകിയതും. പ്രതീക്ഷകൾ ഏറെ നൽകിയിട്ട് ഒന്നടക്കം അതങ്ങില്ലാതാക്കി. മാത്രമല്ല 10 മടങ്ങ് ആക്രോശത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഞൊടി നേരം കൊണ്ട് 8 പേർ മരിക്കുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബാക്കി ജീവിതങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാകാം തീരുമാനത്തിന് വീണ്ടും മാറ്റം വന്നത്. ബന്ദികളാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഹമാസ് നൽകിയതോടെ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കരാറ് വഴി ഈ ദുരിതക്കൊയ്ത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് ഹമാസിലെ ജനവും ലോക ജനതയും.